SDPI നമ്മുടെ വിവാദങ്ങൾ എങ്ങനെ നാദാരുമയിൽ അവരുടെ പിന്തുണയുണ്ട്. SDPI LDFിന് യാതൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവർ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ്. ഞങ്ങളുമായി യാതൊരു രാഷ്ട്രീയ ധാരണയില്ല. ഞങ്ങളുമായി നമ്മൾ LDFിന്റെ മുന്നണി എന്ന അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ ചേർന്നല്ലാതെ വേറൊരു ധാരണ ഞങ്ങൾക്ക്. എതിരാളികൾ എന്തെല്ലാം പ്രചരണം നടത്തുന്നു, മലയോര ഹൈവേയിൽ നിന്നുകൊണ്ട് ഇവിടെ എന്ത് വികസനം നടക്കുന്നു എന്ന് പ്രസംഗിച്ചു ഞാനെന്താ ചെയ്യാം? SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ? SDPI LDF സ്ഥാനാർത്ഥി P. വസന്തത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. തേടുന്നില്ലല്ലോ, ഞങ്ങൾ വന്നില്ല, നമ്മളെ മുന്നണിയിൽ അവരില്ലല്ലോ. അത് നിങ്ങൾ SDPI തേടുന്നുണ്ടോ, BJPന്റെ തേടുന്നുണ്ടോ, മറ്റേ ജമാഅത്ത് ഇസ്ലാമിന്റെ തേടുന്നുണ്ടോ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ അർത്ഥമല്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ UDFന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ല, SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറായിരിക്കുക LDF. അല്ല, ഘടകകക്ഷിയാണെങ്കിൽ പിന്തുണ ആവശ്യപ്പെട്ടില്ലല്ലോ. SDPIയുടെ നിലപാട് എന്താണെന്ന് അവരുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ കൂടി ഈ കേരളീയ സമൂഹം കണ്ടതാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേട്ടതാണ്. ഞങ്ങൾക്ക് വേറെ യാതൊരു ബന്ധവും അവരേക്കില്ല. TV അവർ പറയുന്നത് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ UDF ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, അവർ ചതിയന്മാരാണ്, പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കൊടുത്തതുപോലെ പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുന്നില്ല. അത് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പോലെ ചില പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പിന്തുണ LDFനാണോ? അവർ പറഞ്ഞു അല്ല, LDFന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നോക്കി പ്രദേശത്തെ ആളുകൾ തീരുമാനിച്ച് വ്യക്തിപരമായി വോട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതായിട്ടാണ് നിങ്ങളുടെ ചാനലുകളിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞങ്ങൾ ഒരു പ്രദേശത്തും SDPIക്കാരുമായിട്ട് ചർച്ചയോ കൂടിയാലോചനയോ മുന്നണി എന്ന നിലക്കോ അല്ലെങ്കിൽ മുന്നണിയോടൊപ്പം സഞ്ചരിക്കുന്ന നിലക്കോ ഇന്നേവരെ നടത്തിയിട്ടില്ല, അത് നടത്താൻ ഉദ്ദേശിക്കുന്നു.